വെൽക്കം ടു എപ്പിസോഡ് 2. എപ്പിസോഡ് 1-ൽ നമ്മൾ കണ്ടത് ഒരു ബേസിക് പ്രൊജക്ട് സെറ്റപ്പ് ചെയ്തു, അതിനുശേഷം ഒരു മൂവി അറേ ഉണ്ടാക്കി. ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊരു ടേബിൾ വ്യൂ ഉപയോഗിച്ച് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഫോർ ദാറ്റ് ആദ്യം നമ്മൾ മെയിൻ ഡോട്ട് സ്റ്റോറി ബോർഡിൽ പോകുന്നു. അവിടെ ഒരു ടേബിൾ വ്യൂ ആഡ് ചെയ്യണം. ഇവിടെ ഈ പ്ലസ് ബട്ടൺ അടിച്ചാണ് നമ്മൾ UI എലമെൻറ്റ്സ് ആഡ് ചെയ്യുക. UI ടേബിൾ വ്യൂ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള സൈസിലേക്ക് നമ്മൾ വയ്ക്കുന്നു. എന്നിട്ട് അതിന് കൺസ്ട്രെയിൻസ് ആഡ് ചെയ്യാം. കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യൂ ആ സ്ക്രീനിൽ എവിടെ എങ്ങനെ ഇരിക്കണം എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് കൺസ്ട്രെയിൻസ്. ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് എത്ര ലീഡിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് എത്ര സ്പേസ് വേണം, ടോപ്പ് സ്പേസ്. ട്രെയിലിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് എത്ര സ്പേസ് വേണം, ദെൻ ബോട്ടം സ്പേസ്. ഇതെല്ലാം കൊടുത്തു. നമ്മുടെ വ്യൂ കൺട്രോളറിൽ ടേബിൾ വ്യൂ ഒന്ന് സെറ്റായിട്ടിരുന്നുണ്ട്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഒരു ടേബിൾ വ്യൂ അവിടെ ഒരു ടേബിൾ വ്യൂ അവിടെ കാണാനുണ്ട് എന്നല്ലാതെ അതിൽ ഡാറ്റയൊന്നുമില്ല. ഒരു ടേബിൾ വ്യൂ അവിടെ വന്നിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ഡാറ്റയൊന്നുമില്ല. സോ ഇനി നമുക്ക് ഇതിലേക്ക് ഡാറ്റ എങ്ങനെ കാണിക്കാം, ഇതിലേക്ക് എങ്ങനെ ഡാറ്റ പാസ് ചെയ്യാം, എങ്ങനെ ഡാറ്റ കാണിക്കാം എന്ന് നോക്കാം. അതിനാദ്യം വേണ്ടത് ഈ ടേബിൾ വ്യൂവിൻ്റെ ഒരു റെഫറൻസ് നമ്മുടെ വ്യൂ കൺട്രോളറിനകത്ത് വേണം. റെഫറൻസ് എന്ന് പറഞ്ഞാൽ പേരിട്ട് വിളിക്കാൻ പറ്റണം ഈ ടേബിൾ വ്യൂവിനെ നമുക്ക്. സോ നമ്മൾ സ്റ്റോറി ബോർഡിനകത്താണ് നിൽക്കുന്നത്. സ്റ്റോറി ബോർഡിൽ നിന്നുകൊണ്ട് നമ്മുടെ വ്യൂ കൺട്രോളർ നമുക്ക് കാണാൻ പറ്റണം, എന്നാലേ നമുക്ക് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് എഡിറ്റർ അസിസ്റ്റൻറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റോറി ബോർഡും റൈറ്റ് സൈഡിലായിട്ട് നിങ്ങളുടെ വ്യൂ കൺട്രോളറും കാണാൻ പറ്റും. കേട്ടോ, കഴിഞ്ഞ തവണ ആഡ് ചെയ്ത അനാവശ്യമായിട്ടുള്ള കമൻസ് ഒക്കെ റിമൂവ് ചെയ്യാണ്. ദെൻ കൺട്രോൾ പ്രസ് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ ഇങ്ങനെ ഇൻസേർട്ട് ഔട്ട്ലെറ്റ് ഓർ ഔട്ട്ലെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ഔട്ട്ലെറ്റ് സെലക്ട് ചെയ്യുക. ബൈ ഡിഫോൾട്ട് ഔട്ട്ലെറ്റ് ആയി സെലക്ട് ചെയ്യുക. ദെൻ അതിനൊരു പേര് കൊടുക്കുക. നമ്മളിപ്പോൾ ടേബിൾ മൂവീസ് എന്ന പേര് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം IB ഔട്ട്ലെറ്റ് വീക്ക് വാർ ടേബിൾ മൂവീസ് UI ടേബിൾ വ്യൂ. IB ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് IBയിൽ നിന്നുള്ള ഒരു കണക്ഷനാണ് എന്ന് കാണിക്കാൻ വേണ്ടി. വീക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വീക്ക് റെഫറൻസ് ആണ് എന്ന്. വീക്ക് റെഫറൻസും സ്ട്രോങ് റെഫറൻസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഒന്നുകിൽ വായിക്കാം, അല്ലെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ വാർ വേരിയബിൾ ആണ് എന്ന് പറയാൻ വേണ്ടി. ദെൻ അത് നമ്മൾ ഈ ടേബിൾ വ്യൂവിന് കൊടുത്തിട്ടുള്ള പേര്. ദെൻ ഈ ടേബിൾ വ്യൂ എന്ന് പറയുന്നത് ഒരു UI ടേബിൾ വ്യൂവിൻ്റെ സബ് ക്ലാസ് ആണ്, അഥവാ ആ പ്രോട്ടോകോൾ അനുസരിക്കുന്നതാണ് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഇനി നമുക്ക് നമ്മുടെ വ്യൂ കൺട്രോളറിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ നേരത്തെ റൺ ചെയ്തപ്പോൾ കണ്ടു, അവിടെ വെറുതെ ഒരു ടേബിൾ വ്യൂ കണ്ടു. അതിലേക്ക് ഡാറ്റ എങ്ങനെ കൊടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളൊരു എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യും. എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ്. ബട്ട് ബെറ്റർ രീതി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്യുക. എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്തു. ആരുടെ എക്സ്റ്റൻഷൻ? നമ്മുടെ വ്യൂ കൺട്രോളറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. എന്നിട്ട് നമ്മൾ പറയാണ് അത് UI ടേബിൾ വ്യൂ ഡാറ്റ സോഴ്സ്, UI ടേബിൾ വ്യൂ ഡെലിഗേറ്റ് എന്നീ പ്രോട്ടോകോൾ അനുസരിക്കുന്നത്. സോ എന്താണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ്. ഇതാണ് അതിൻ്റെ പ്രോട്ടോകോളിൻ്റെ സാധാരണഗതിയിലുള്ള ഡെഫിനിഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ കുറച്ച് മെത്തേഡ്സ് നിർബന്ധമായും ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നാണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ നമ്മളിവിടെ UI ടേബിൾ വ്യൂ ഡാറ്റ സോഴ്സ്, UI ടേബിൾ വ്യൂ ഡെലിഗേറ്റ്, ഇങ്ങനെ രണ്ട് സാധനത്തിൻ്റെ പ്രോട്ടോകോൾ അനുസരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഡാറ്റ സോഴ്സ്, എന്താണ് ഡെലിഗേറ്റ് എന്ന് ആദ്യം അറിയണം. ഡെലിഗേറ്റ് എന്ന വാക്കിനർത്ഥം
entrust to another person, typically one who is less senior than oneself. എന്ന് പറഞ്ഞാൽ ഒരു പണി വേറൊരാളെ ഏൽപ്പിക്കുക എന്നാണ് ഡെലിഗേറ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സിമ്പിൾ ഡാറ്റ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ഡാറ്റ. സോ ഇവിടെ ഇപ്പൊ നമ്മൾ UATW ഡാറ്റ സോഴ്സ്, UATW ഡെലിഗേറ്റ്, ഈ രണ്ട് പ്രോട്ടോക്കോളും അനുസരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UATWയിലുള്ള ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം. അതുപോലെ UATWയിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ കൊടുക്കാനുള്ള മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ചുമ്മാ ഇങ്ങനെ പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു എറർ കാണിച്ചു. UATW type view controller does not conform to protocol UATW data source. Do you want to add protocol steps? എന്ന് പറഞ്ഞാൽ പ്രോട്ടോകോളിൽ നിർബന്ധമായി ഇംപ്ലിമെന്റ് ചെയ്യേണ്ട മെത്തേഡ്സ് നിങ്ങൾക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കലി ഞാൻ ആഡ് ചെയ്യട്ടെ എന്നാണ് പറഞ്ഞ അർത്ഥം. ഫിക്സ് എന്ന് പറയുമ്പോൾ രണ്ട് മെത്തേഡ്സ് വന്നു. ഓക്കെ, ഇത് നിർബന്ധമായും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവേണ്ട, നമ്മൾ എഴുതിയിട്ടുണ്ടാവേണ്ട മെത്തേഡ്സ് ആണ്. നമുക്ക് ഈ മെത്തേഡ്സ് ഒന്ന് വായിച്ചു നോക്കാം. ടേബിൾ വ്യൂ, നമ്പർ ഓഫ് റോസ് ഇൻ സെക്ഷൻ. സോ ഒരു ടേബിൾ വ്യൂവിനെ നമ്മൾ പല പല സെക്ഷൻസ് ആയിട്ടും ആ സെക്ഷൻസിനകത്ത് പല പല റോസും ആയിട്ടുമാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എത്ര സെക്ഷൻസ് നമുക്ക് വേണം എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. എത്ര റോസ് നമുക്ക് വേണം എന്നുള്ളതാണ് ചോദ്യം. എത്ര റോസ് വേണം? മൂവി അറേയിൽ എത്ര എണ്ണം ഉണ്ടോ അത്ര റോസ് വേണം. ഓക്കെ, സെൽഫ് ഫോർ റോ അറ്റ് ഇൻഡെക്സ് പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇത്ര റോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ കേസിൽ 3 റോസ് ഉണ്ടാവും. സോ 3 റോ ഉണ്ടെന്ന് പറയുമ്പോൾ 3 റോസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ആ 3 റോസിലും കാണിക്കേണ്ടത് എന്താണ് എന്നാണ് സെൽഫ് ഫോർ റോ ഇൻഡെക്സ് പാത്ത് എന്നുള്ള മെത്തേഡ് ചോദിക്കുന്നത്. സോ നമുക്കിവിടെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി നമുക്കൊരു സെൽ ഉണ്ടാക്കാം. നമുക്കൊരു UATable വ്യൂ സെല്ലാണ് വേണ്ടത്. ആ UATable വ്യൂ സെല്ലിൻ്റെ ഒരു ഡിഫോൾട്ട് സ്റ്റൈൽ കൊടുക്കുന്നു, ഒരു ഐഡന്റിഫയർ കൊടുക്കുന്നു. സെൽ ഡോട്ട് തൽക്കാലം എന്തെങ്കിലും നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കാണാം, നമ്മൾ ടേബിൾ വ്യൂ ആഡ് ചെയ്തു, ടേബിൾ വ്യൂ ഡാറ്റ സോഴ്സ് ഡെലിഗേറ്റ് പ്രോട്ടോകോൾസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്തു. എന്തായാലും ഡാറ്റ സോഴ്സിന്റെ മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്തു. എത്ര റോസ് വേണമെന്ന് പറഞ്ഞു, റോയിൽ എന്ത് സെല്ല് വേണമെന്ന് റിട്ടേൺ ചെയ്തു. എന്നിട്ട് പോലും ടേബിൾ വ്യൂവിൽ എന്ത് വന്നില്ല, നമ്മൾ ഡാറ്റ കാണിക്കാൻ തുടങ്ങിയില്ല, അഥവാ സെൽസ് ഒന്നും കണ്ടില്ല. അതിന്റെ റീസൺ, ഈ ടേബിൾ വ്യൂവിനോട് നമ്മൾ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല അതിന്റെ ഡാറ്റ സോഴ്സ് ആരാണ് എന്നുള്ളത്. നമ്മളിവിടെ ചെയ്തു വെച്ചത് ഈ വ്യൂ കൺട്രോളറിൽ ഒരു ഡാറ്റ സോഴ്സ്, ഈ വ്യൂ കൺട്രോളർ ഡാറ്റ സോഴ്സ് പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് മാത്രം. അല്ലാതെ ആ ടേബിൾ വ്യൂവിനോട് ഇപ്പോഴും പറഞ്ഞിട്ടില്ല നീ ചോദിക്കേണ്ടത് ഈ വ്യൂ കൺട്രോളറിനോടാണ് എന്ന് നമ്മൾ ടേബിൾ വ്യൂവിനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടി നമുക്കിവിടെ ഓൾറെഡി എന്തുണ്ട്, നമ്മുടെ ടേബിൾ വ്യൂ TBL മൂവീസ് ഉണ്ട്. സോ വ്യൂഡിലോട്ട് പോവാം. പോയതിന് ശേഷം വ്യൂഡിലോട്ട് പോവാം. ദെൻ TBL movies dot data source equal to self TBL movies dot delegate equal to self. ഇപ്പോഴാണ് ടേബിൾ വ്യൂവിന് മനസ്സിലായത് ഇതിന്റെ ഡാറ്റ സോഴ്സും ഡെലിഗേറ്റും നമ്മളുടെ ഈ വ്യൂ കൺട്രോളർ ആണ് എന്നുള്ളത്. വീണ്ടും നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ കണ്ടോ, ഇപ്പോ 3 മൂവീസ് ഇപ്പൊ കണ്ടോ 3 റോയിൽ ഡാറ്റ വന്നു,
നമ്മൾ എന്താണോ ഡാറ്റ കൊടുത്തത് ആ ഡാറ്റ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പ്രോപ്പർ ആയിട്ടുള്ള ഡാറ്റ എന്ന് പറയുമ്പോൾ മൂവിയുടെ പേര് വേണം നമ്മൾ കൊടുക്കാൻ, അല്ലേ? നമുക്ക് നമ്മുടെ മൂവീസ് അറേ ഉണ്ട്. മൂവീസ് അറേയിൽ എത്രാമത്തെ ഐറ്റം എടുക്കണം? ഇൻഡെക്സ് പാത്ത് ഡോട്ട് റോ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. നമുക്കൊരു അറേ ഉണ്ട് എന്ന് കരുതുക. ഇങ്ങനെ ഒരു അറേ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യാം ചുമ്മാ. ഓക്കെ, ലെറ്റ് എ ഈക്വൽ, അങ്ങനെ അറേ ഉണ്ടെന്നില്ല. അറേ എപ്പോഴും കൗണ്ട് ചെയ്യുന്നത് 0 മുതലാണ്. സോ 0ാമത്തെ ഐറ്റം, 1ാമത്തെ ഐറ്റം, 2ാമത്തെ ഐറ്റം, 3ാമത്തെ ഐറ്റം, അങ്ങനെയാണ് പറയുക. ഓക്കെ, സോ ഇതിലെ ആദ്യത്തെ ഐറ്റം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എ സ്ക്വയർ ബ്രേസ് 0 ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്താൽ നമുക്ക് ഈ 0 കിട്ടും. പകരം നമ്മൾ 1 ആണെങ്കിൽ ഈ 1 കിട്ടും. 2 ആണെങ്കിൽ രണ്ടാമത്തെ ഐറ്റം 0 1 രണ്ടാമത്തെ ഐറ്റം. 3 ആണെങ്കിൽ 0 1 2 മൂന്നാമത്തെ ഐറ്റം, അങ്ങനെയാണ് കിട്ടുക. ഓക്കെ, ഇവിടെ ഓക്കെ ഇവിടെ നമ്മുടെ ഇവിടെ മൂവീസ് അറേയിൽ നിന്നും എത്രാമത്തെ റോ ആണോ അത്രാമത്തെ റോ ഡോട്ട് മൂവി ഒബ്ജക്റ്റ് നമുക്കറിയാം. മൂവി ഒബ്ജക്റ്റിൽ ഒരു നെയിം ഉണ്ട്. സോ നമുക്ക് നെയിം എന്ന് വിളിച്ചാൽ വീണ്ടും റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് കാണാം നമ്മുടെ മൂവീസിന്റെ നെയിംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും മൂവീസിന്റെ റേറ്റിംഗ് കൂടെ കാണിക്കാം. സോ മൂവീസിന്റെ റേറ്റിംഗ് കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇവിടെ ഡിഫോൾട്ട് എന്നുള്ളത് സബ് ടൈറ്റിൽ ടൈപ്പ് സെലക്ട് ആക്കാം. ഡിഫോൾട്ട് ആകുമ്പോൾ അതിനൊരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. സബ് ടൈറ്റിൽ കൂടി അവൈലബിൾ ആയിട്ടുള്ള ഒരു സെല്ലിന് വേണ്ടിയാണ് അത് കൊടുത്തത്. സെൽ ഡോട്ട് ടേബിൾ ഡോട്ട് ടെക്സ്റ്റ്. വീണ്ടും നമ്മൾ മൂവീസ് ഇൻഡെക്സ് പാത്ത് ഡോട്ട് റോ ഡോട്ട്, ഇവിടെ നമുക്ക് റേറ്റിംഗ് എടുക്കുന്നു. റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ മൂവീസിന്റെ റേറ്റിംഗ് കൂടെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉദ്ദേശിച്ചത്. അടുത്ത എപ്പിസോഡ് ഈ ടേബിൾ വ്യൂ സെല്ലിൽ ഒരു ക്ലിക്ക് എടുക്കുന്നത് എങ്ങനെയാണ്, ആ ക്ലിക്ക് എടുത്താൽ അടുത്തൊരു വ്യൂ കൺട്രോളറിലേക്ക് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം.